ഇന്ന് നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഇതിന്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ ഒരു തരി പോലും പൂപ്പൽ വരാതെ ഉപ്പിലിട്ട് വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ ഒരു രീതിയിലാണ് നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കുന്നതെങ്കിൽ ഇതിന്റെ ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുകയുമില്ല. കഴുകി വെള്ളമെല്ലാം തുടച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇനി നെല്ലിക്ക ഉപ്പിലിടാനും വേണ്ടിയിട്ട് നല്ലവണ്ണം ഉണക്കിയെടുത്തിട്ടുള്ള കുപ്പിയിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കാം. കുപ്പി നല്ല പോലെ ഉണക്കിയെടുത്ത് കഴിഞ്ഞാലും കുപ്പിയുടെ ഉൾഭാഗം കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് വേണം ഒന്ന് കഴുകിയെടുക്കാനായിട്ടും. അങ്ങനെ നെല്ലിക്കയെല്ലാം ഞാനിവിടെ കുപ്പിയിൽ നിറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെള്ളമെല്ലാം തുടച്ചെടുത്തിട്ടുള്ള പച്ചമുളകൊന്ന് കീറി ചേർക്കാം. പച്ചമുളകും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം തിളപ്പിച്ച ഉപ്പുവെള്ളം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്കൊന്ന് നിറച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുപ്പിയുടെ മൂടി ഒന്ന് അടച്ചുകൂടെ കൊടുക്കണം. ഇനി നല്ല പോലെ കുലുക്കിയെടുത്തതിന് ശേഷം ഒരാഴ്ച കാലത്തേക്ക് നമുക്കൊന്ന് അനക്കാതെ തന്നെ വെച്ചു കൊടുക്കാം. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാങ്ങയും ഉപ്പിലിടാവുന്നതാണ്. ഈ ഒരു സീസണിൽ ധാരാളമായി കിട്ടുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപ്പിലിട്ട് വെക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി വെച്ചോളൂ. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ.